ഞാൻ അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. ഞാൻ മാത്രമല്ല, അവിടെ മാധ്യമങ്ങളുടെ മുമ്പിലാണ് ഞാൻ ഇറങ്ങി വന്നിട്ട് 2:50 തേവര കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. 3 മണിക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മീറ്റിംഗാണ്, റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം. 2:50 അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 3 മണിക്ക് കൃത്യം എത്തുള്ളൂ. ഞാൻ ഏറ്റവും വേഗത്തിൽ, വളരെ വേഗത്തിൽ നടന്ന് വണ്ടിയിൽ കയറി അവിടെ എത്തുകയായിരുന്നു. KSU പ്രസിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ജില്ലക്കാരനായിരുന്നു, എൻ്റെ ജില്ലയിലെ KSU പ്രസിഡൻ്റായിരുന്ന ആളെ കണ്ടിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു വാർത്ത. ഞാൻ നിൽക്കുന്നൊരു ഫ്രെയിമിൽ അദ്ദേഹം ഉണ്ട്, ഞാൻ പിന്നീടാണ് കാണുന്നത്. മാത്രമല്ല, അന്ന് രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിലുണ്ട് എന്നുകൂടി എൻ്റെ ഓഫീസ് അദ്ദേഹത്തെ അറിയിച്ചത്. ഇത് 2 മണിക്കാണ് ഈ പരിപാടി. തേവര കോളേജിൽ നടന്ന പരിപാടി 2 മണിക്കാണ്. 10 മണി മുതൽ 1 മണി വരെ ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഉണ്ട് എന്നുകൂടി അവരെ അറിയിച്ചു. അതൊക്കെ തെറ്റായ വാർത്തകളാണ്. അതല്ലേ ഞാൻ വളരെ ക്ലിയർ ചെയ്ത് പറഞ്ഞത്. ഇനിയുള്ള കാലത്തേക്ക് കൂടിയുള്ള പറഞ്ഞത്. ഒരാൾക്കും അനുമതി നിഷേധിച്ചിട്ടില്ല, ഞാനും എൻ്റെ ഓഫീസും. നിഷേധിക്കുകയില്ല, ഒരു കാരണവശാലും എല്ലാവർക്കും വന്ന് കാണാം. ഞാൻ അതുകൊണ്ടല്ല, ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾ വന്ന് എന്നെ കണ്ടപ്പോൾ അത് വിവാദമാക്കാൻ ശ്രമിച്ചു. എല്ലാ സംഘടനകളിൽപ്പെട്ട ആളുകൾ വന്ന്, ഇന്നിപ്പോൾ SFIയുടെ പ്രതിനിധികൾ അവസരം ചോദിച്ചിട്ടുണ്ട്. NGO യൂണിയൻ്റെ ആളുകൾ വന്നിരുന്നു, KSTയുടെ ആളുകൾ വന്നിരുന്നു, അവരുടെ ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ആളുകൾ വന്നിരുന്നു കാണാം. എല്ലാവർക്കും അനുമതി കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും അനുമതി കൊടുക്കും. MLA എല്ലാവരും വന്ന് കാണുമല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ നിഷേധിക്കപ്പെടേണ്ട ഒരു സ്ഥലമല്ല. അതൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ലോ കോളേജിലെ യൂണിറ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലോ കോളേജിലെ യൂണിറ്റ് അല്ല ഗവൺമെൻറ് പ്രീഡർമാരെ തീരുമാനിക്കുന്ന ഒരു വാചകം ഞാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടല്ലോ, ഇറ്റ്സ് ഓൺ റെക്കോർഡ് ഞാൻ പറഞ്ഞ കാര്യം. ഞാൻ KSUവിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. ലോ കോളേജ് KSU യൂണിറ്റിനെ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലോ കോളേജ് KSU യൂണിറ്റിനോട് ചോദിച്ചിട്ട് ഗവൺമെൻറ് പ്രീഡറെ വയ്ക്കാൻ പറ്റുമോ? അത് നിങ്ങൾ ഗവൺമെൻറ് പ്രീഡർമാരുടെ നിയമനം 140-ലധികം ഗവൺമെൻറ് പ്രീഡർമാരുടെ നിയമനം വന്നിട്ടുണ്ട്. 2 പരാതി വന്നു, അതിൽ ഒരു പരാതി ഇപ്പം തന്നെ പിൻവലിച്ചു. ഒരു പരാതിയാണ്. ഇത്രയല്ലേ വന്നിട്ടുള്ളൂ. നിങ്ങൾ ഇതിനു മുൻപ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെൻറ് പ്രീഡർമാരെ വെച്ചതും അതിന് മുമ്പ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക് നിങ്ങൾ. പിന്നെ നമുക്ക് അവിടെ AGയുടെ ഓഫീസും DGPയുടെ ഓഫീസും ഒക്കെ പറയുന്ന അഭിഭാഷകരെ കൂടി നമുക്ക് അവിടെ വയ്ക്കേണ്ടി വരും, പല കാരണങ്ങളുമുണ്ട്. ഇനി ചോദിക്കും, വേറെ എന്തെങ്കിലും ചോദിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞു ഞാൻ. ഇനി വേറെ ചോദ്യം ചോദിക്കും. താങ്കൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ദേശാഭിമാനി മാത്രം ചോദിച്ചാൽ പോരാ. നോ, നിങ്ങൾ ചോദിക്കും. അത് വീഴ്ച സംഭവിച്ചു എന്ന് പ്രാഥമികമായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണ സംഘത്തെ മാറ്റിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് അന്വേഷിക്കാനുള്ള ചുമതലയായിട്ടുണ്ട്. ആർക്കെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കും. ഞാൻ ആഭ്യന്തരമന്ത്രിയുമായിട്ട് ആ വിഷയം സംസാരിച്ചിരുന്നു. താങ്കൾ തന്നെ 5 ചോദ്യം ചോദിക്കല്ലേ, പ്ലീസ്. ഞാൻ ചോദിക്കട്ടെ, വാർത്ത വന്ന എന്താ? ടാറ്റ ഈ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ് അല്ലേ? ടാറ്റയുടെ കമ്പനി വന്നിട്ട് ഞാനുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ചിത്രം വരെ പുറത്തു വിട്ടു. ഒരു കാര്യം തീരുമാനമാകാതെ കിടക്കുന്നുണ്ട്. അവരുടെ ഒരു വെസൽ ബിൽഡിങ്ങിൻ്റെ കാര്യം തീരുമാനമാകാതെ കിടക്കുന്നുണ്ട്. മലബാർ സിമൻസുമായി, കൊച്ചിൻ പോർട്ടുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ തീരുമാനമെടുത്തു. അവർ പോസിറ്റീവായ കമ്പനിയുടെ ആളുകൾ പ്രതികരിച്ചു. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ ഉണ്ടാകാൻ അവർ വരണം എന്ന് നമ്മൾ പറഞ്ഞു. ഞാനത് വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് അവർ വരുന്നുണ്ട്, അവരുടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. പിന്നീടുള്ള പല പ്രശ്നങ്ങളും, അതായത് വ്യവസായ വകുപ്പിൽ തന്നെ 2 ഏജൻസികൾ തമ്മിലുള്ളൊരു തർക്കം ഉണ്ടായിരുന്നു, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ തുടങ്ങുന്നതിനെ സംബന്ധിച്ച്. അതൊക്കെ ഞങ്ങൾ 24 മണിക്കൂറിനകം തീരുമാനമെടുത്തു. ഓഷ്യനേറിയം കൊച്ചിയിൽ തുടങ്ങാനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു. ഇൻ്റർനാഷണൽ മാരിടൈം മ്യൂസിയം തുടങ്ങാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ബാക്കി ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് പല സ്ഥലങ്ങളിലും അവരുടെ പ്രപ്പോസലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്കണോമിക് മോഡലുകൾ എന്താണ് എന്ന് ഞങ്ങൾ ഗൗരവതരമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിലാണ്, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിക്കണമോ, PPP മോഡൽ വേണമോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ല റെമിറ്റൻസ് ഇക്കോണമി ഇൻവെസ്റ്റേഴ്സ് ഇക്കോണമിയാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ മലയാളികളായ പ്രവാസികളുടെ
ഇൻവോൾവ്മെൻറ്റ് പെടുത്തുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മാരിടൈം പോളിസി തന്നെ വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നതിന് വളരെ വേഗത്തിലാണ് നടപടിക്രമങ്ങൾ പോകുന്നത്. നമ്മൾ ആദ്യഘട്ടത്തിൽ ഒരു 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിലും ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് ആ വാർത്ത വന്നത്. കണ്ടു എന്നുള്ളതിൻ്റെ ഇത് വ്യവസായ മന്ത്രി തന്നെ ആ ചിത്രം തന്നെ പുറത്തുവിട്ട് ഇഷ്ടംപോലെ ആളുകൾ, ധാരാളം ആളുകൾ കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും ധാരാളം ആളുകൾ. പുതിയ പോളിസിയാണ് വന്നത്. പോർട്ട് സിറ്റിയുടെ ഏവിയേഷൻ ഹബിൻ്റെ MSME ആയിട്ട് ബന്ധപ്പെട്ടത്, സ്പേസ് ഇക്കോണമിയായിട്ട് ബന്ധപ്പെട്ടത് 4-5 പുതിയ വാതിലുകളാണ് കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി തുറന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കൂടി കേരളത്തിൻ്റെ ഒരു ഭാവിയെ കരുതിയിട്ട് കൂടി നിങ്ങളൊരു അപ്രോച്ച് ഉണ്ടാകണമെന്ന് എൻ്റെ അഭ്യർത്ഥന, റിക്വസ്റ്റാണ്. ഇല്ല ഒന്നുമില്ല.